അവൾ എന്താ പറഞ്ഞേ? അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്ന് പതുക്കെ സംസാരിക്കുവോ? ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. ഈ 4 സെന്റൻസുകളിലെ നമ്മൾ സേ ആണോ, സ്പീക്ക് ആണോ, ടെൽ ആണോ, ടോക്ക് ആണോ, ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അത് കാരണം നമ്മുടെ സെന്റൻസ് പലപ്പോഴും തെറ്റിപ്പോകും. ഇത് വളരെ സിമ്പിൾ ആണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ആദ്യം നമുക്ക് സേയും ടെല്ലും അത് ഒരുപോലെ വരുന്ന സംഭവമാണ്. അതെവിടെ ഉപയോഗിക്കുന്നത് നോക്കാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയില്ലേ? അപ്പൊ പറഞ്ഞു എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പൊതുവെ സേയോ ടെല്ലോ ഉപയോഗിക്കുക. പക്ഷെ ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അവൻ പറഞ്ഞു, അതെങ്ങനെ പറയാ? പറയുക എന്നത് സേ ആണെങ്കിൽ പറഞ്ഞു എന്നുള്ളത് അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? സെഡ്. അപ്പൊ അവൻ പറഞ്ഞു, അവൻ ഹി സെഡ്. പിന്നെ എന്താ പറഞ്ഞെന്ന് പറയാം. അവര് പറഞ്ഞുന്നോ? ദേ സെഡ്. അപ്പൊ സേ അല്ലെങ്കിൽ സെഡ് എങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ? ചിലപ്പോൾ ക്ലാസ് റൂമിലൊക്കെ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ടീച്ചർ പറയില്ലേ, മിണ്ടാതിരിക്കൂ. എങ്ങനെ പറയാ? ബി ക്വയറ്റ്. മിണ്ടാതിരിക്കൂ, ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ, ബി ക്വയറ്റ്. പക്ഷെ പലപ്പോഴും ടീച്ചർമാർ പറഞ്ഞാലൊന്നും കുട്ടികൾ അത് അനുസരിക്കില്ല, വീണ്ടും ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ടീച്ചർ പറയില്ലേ, ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ, അങ്ങനെ പറയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് മിണ്ടാതിരിക്കാനാ എന്നുള്ള അർത്ഥത്തില് ഐ സെഡ് ബി ക്വയറ്റ്. ഐ സെഡ്, ഞാൻ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ, ഐ സെഡ് ബി ക്വയറ്റ്. അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിലും സെഡ് ഉപയോഗിക്കാം. സെഡ് ക്ലിയർ ആയില്ലേ? ഇനി വരുന്നതാണ് ടെൽ. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് ടെൽ ഉപയോഗിക്കുക. ടെല്ല് പറയുമ്പോൾ ആരോടാ പറഞ്ഞത് എന്നുള്ളത് അവിടെ പറയണം, നിർബന്ധമായിട്ട് പറയണം. അവൻ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, അതെങ്ങനെ പറയാ? ഹി ടോൾഡ് മീ, എന്നോട് പറഞ്ഞു, ടു സിറ്റ് ഹിയർ. ഹി ടോൾഡ് മീ ടു സിറ്റ് ഹിയർ. അവിടെ കണ്ടോ, ഹി സെഡ് മീ എന്ന് പറയില്ല. ആരോടാ പറഞ്ഞതെന്ന് പറയണമെങ്കിൽ ടോൾഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഹി ടോൾഡ് മീ ടു സിറ്റ് ഹിയർ. അപ്പൊ മീ തന്നെ ആവണമെന്നില്ല, അവളോട് പറഞ്ഞു എന്നാണെങ്കിലോ ഹി ടോൾഡ് ഹർ, അവളോട്, ഹർ ടു സിറ്റ് ഹിയർ. അവനോടാണെങ്കിലോ ഹി ടോൾഡ് ഹിം ടു സിറ്റ് ഹിയർ. ഹി ടോൾഡ് ഹിം ടു സിറ്റ് ഹിയർ. അവരോടാണെങ്കിലോ അവരോട്, ദെം. ഹി ടോൾഡ് ദെം ടു സിറ്റ് ഹിയർ. അപ്പൊ അത് മനസ്സിലായില്ലേ? എന്നൊരു ചോദ്യം ചോദിക്കട്ടെ. അവൻ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞു, എങ്ങനെ പറയും? അതിനെക്കുറിച്ച് എന്നുള്ള വാക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഹി ടോൾഡ് മീ അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോൺവെർസേഷനിൽ ചോദിക്കുകയാണ്, ആരാ നിന്നോട് പറഞ്ഞത്? അവനാണ് എന്നോട് പറഞ്ഞത്. ഹി ടോൾഡ് മീ അബൌട്ട് ഇറ്റ്, അവനാണ് എന്നോട് പറഞ്ഞത്. അത് മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യം വീണ്ടും പറയാണ്, ടെൽ മീ അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്. എന്ന് വെച്ചാൽ നേരെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? എന്നോട് പറയൂ, കാര്യം എന്താന്ന് പറയൂ, അല്ലെ? ടെൽ മീ അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ അതല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ടെൽ മീ അബൌട്ട് ഇറ്റ് എന്നുള്ള ഫ്രേസിന് വേറെ മീനിങ് ആണ്. എനിക്ക് ഇതൊക്കെ കുറെ അറിയാം, എന്നോടോ ബാല. അങ്ങനെ ആൾക്കാർ ആ വീഡിയോയിൽ താഴെ കമന്റ് ഇട്ടിരുന്നു. എന്നോടോ ബാല എന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ ഇരിക്കണേ, എന്നോടാണ് ഈ പറയണെന്നുള്ള അർത്ഥമാണ് ടെൽ മീ അബൌട്ട് ഇറ്റ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു എക്സാം എഴുതി തോറ്റു, അതിന്റെ സപ്ലിമെന്ററി എക്സാം എഴുതി, അതും തോറ്റു. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരനടുത്ത് പറയാം, എല്ലാം തോറ്റടാ, എത്ര കഷ്ടപ്പെട്ടും ജയിക്കാൻ പറ്റില്ല, ഇപ്പൊ എന്താ ചെയ്യാന്ന്, ഇങ്ങനെ ജീവിതം ഭയങ്കര കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആള് പറയാം ടെൽ മീ അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ 2 വർഷമായി എല്ലാ എക്സാംസും ചിലപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. അപ്പൊ ആളെടുത്ത് പോയിട്ട് നമ്മുടെ കഥ പറയുമ്പോൾ ആളെന്താ പറയാ, അയ്യോ ആണോ, ശരിയാണോ, അയ്യോ വിഷമിക്കേണ്ട, അത് പറയണേ പകരം ഇതൊക്കെ എന്ത്, ഫുൾ തോറ്റുകൊണ്ടിരിക്കുന്ന എന്നോടാണോ നീ സംസാരിക്കണേ? അപ്പൊ ആ അർത്ഥമാണ് ടെൽ മീ അബൌട്ട് ഇറ്റ്. അപ്പൊ അത് മാത്രം ഒന്ന് ഓർത്തേക്കണം. ബാക്കി ടെല്ലിന്റെ കൂടെ ആരോടാണെന്നുള്ള കാര്യം നമ്മൾ പറയണം. ആരോടാന്ന് പറയുന്നുണ്ടെങ്കിൽ ടെൽ മാത്രം ഉപയോഗിക്കുക. ഹി സെഡ് മീ അബൌട്ട് ഇറ്റ് എന്ന് പറയരുത്, ആ സെന്റൻസ് തെറ്റാണ്. ഈ 3 കാര്യങ്ങളപ്പം മറക്കാതിരിക്കുക. ഇനി ഒരു വേറെ കാര്യം പറയേണ്ടത്, എൻ്റെ ഒരു ഹായ് പറയൂ ആളുടെ അടുത്ത്, അങ്ങനെ നമ്മൾ പറയില്ലേ? ആ സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കുക? ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ അനു എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പൊ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് പറയാ, അനുവിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഹായ് പറയൂ കേട്ടോ. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലാക്കുക? സേ ഹായ് ടു അനു. ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടിയിട്ട്, ഫോർ മീ. സേ ഹായ് ടു അനു ഫോർ മീ. അവിടെ ആ ഹായ് എന്നുള്ളത് കോട്ട്സിൽ വരിക. കാരണം എന്താ? ഇവിടെ ആ ഹായ് എന്നുള്ളത് അയാൾ പറയുന്ന ആ വാചകമാണ്. ഹായ് പറയൂ, ഹായ് എന്നുള്ള ആ വാക്കാണ് നീ അനുവിനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി പറയേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലാണ് അത് കിടക്കുന്നത്. അപ്പൊ എഴുതുമ്പോൾ കോട്ട്സ് അങ്ങനെ തന്നെ ഇടണം കേട്ടോ, അങ്ങനെ എഴുതുകയാണെങ്കിൽ. അപ്പൊ സേ ഹായ് ടു അനു, ആരോട്? ആർക്ക് വേണ്ടിയിട്ട്? ഫോർ മീ. അങ്ങനെ പറഞ്ഞു. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ടെൽ അനു ഐ സെഡ് ഹായ്. ഞാൻ ഹായ് പറഞ്ഞു എന്ന് അവളുടെ അടുത്ത് പറയണം. ടെൽ അനു. അപ്പൊ ആരോടാ പറയേണ്ടത് പറയുന്നുണ്ട്, അപ്പൊ ടെല്ലാണ് ഉപയോഗിക്കുക. ടെൽ അനു ഐ സെഡ് ഹായ്. ഇനി എന്താ പറയേണ്ടത്? ഞാൻ ഹായ് പറഞ്ഞു എന്ന്, ഐ സെഡ് ഹായ്. അത് അർത്ഥം മനസ്സിലായില്ലേ?
അപ്പൊ നമ്മൾ സേ, സെഡ്, ടെൽ, ടോൾഡ് ഇത് പഠിച്ചു. ഇനി അടുത്ത വാക്ക് സ്പീക്ക് ആണ്. സംസാരിക്കുക എന്നാണ് സ്പീക്കിന്റെ അർത്ഥം വരുന്നത്. സ്പീക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? സ്പോക്ക്. അപ്പൊ സ്പീക്ക് എപ്പോഴാണ് ഉപയോഗിക്കാൻ നോക്കാം. അവള് ഇംഗ്ലീഷ് ആണ് സംസാരിക്കാറ്. എങ്ങനെ പറയും? ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. എന്താ എസ് വന്നത്? ഷീ വന്നുണ്ട് അല്ലെ. ഐ ദേവിയുടെ കൂടെ എസ് പാടില്ല. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അത് അറിയാലോ അല്ലെ. ഞാൻ അവനോട് സംസാരിച്ചു, അതെങ്ങനെ പറയും? അപ്പൊ സംസാരം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ നമ്മൾ സ്പീക്ക് എന്നുള്ള വാക്കിന്റെ ഫോമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഐ സ്പോക്ക് ടു ഹെർ. ഞാൻ അവളോട് സംസാരിച്ചു. ഐ സ്പോക്ക് ടു ഹെർ. എന്നാ ഒരു എളുപ്പമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പീക്ക് ഉപയോഗിച്ചില്ലേ, അവിടെയൊക്കെ നമുക്ക് നാലാമത്തെ സംഭവം ടോക്ക് ഉപയോഗിക്കാം. അപ്പൊ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സ്പീക്കാണോ ടോക്കാണോ? നമ്മൾ ജനറൽ കോൺവെർസേഷനിൽ പൊതുവെ ടോക്കാണ് ഉപയോഗിക്കുക. ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഫ്രണ്ട്സ് അടുത്ത് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടുകാരടുത്ത് സംസാരിക്കുമ്പോഴോ ഒക്കെ ടോക്കാണ് കൂടുതൽ ഉപയോഗിക്കുക. ടോക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ടോക്ഡ്. ഇ ചേർത്താൽ മതി. അപ്പൊ ഫോർമൽ ആയിട്ടുള്ള റൈറ്റിംഗ്സിലും അങ്ങനെയൊക്കെ പൊതുവെ സ്പോക്ക് എന്നുള്ള കാര്യം ഉപയോഗിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ സ്പീക്ക് ഉപയോഗിക്കാൻ, ടോക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. തെറ്റൊന്നുമില്ല കേട്ടോ രണ്ടും ഉപയോഗിച്ചാലും. അപ്പൊ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവുക, സ്പീക്ക് കഴിഞ്ഞിട്ട് എന്താ വരിക എന്നാ. ടീച്ചർ കുട്ടികളോട് സംസാരിച്ചു സ്പെഷ്യൽ ക്ലാസ്സിനെ കുറിച്ച്, അതെങ്ങനെ പറയും? ദ ടീച്ചർ കുട്ടികളോട് സംസാരിച്ചു. സ്പോക്ക് ടു ദ സ്റ്റുഡൻസ് അബൌട്ട് ദ സ്പെഷ്യൽ ക്ലാസ്. സ്പെഷ്യൽ ക്ലാസ്സിനെ കുറിച്ച്. ദ ടീച്ചർ സ്പോക്ക് ടു ദ സ്റ്റുഡൻസ് അബൌട്ട് ദ സ്പെഷ്യൽ ക്ലാസ്. മനസ്സിലായില്ലേ? ഇനി കുട്ടികളുമായിട്ട് സംസാരിച്ചു, അങ്ങനെ പറയണമെങ്കിൽ ദ ടീച്ചർ സ്പോക്ക് വിത്ത് ദ സ്റ്റുഡൻസ് അബൌട്ട് ദ സ്പെഷ്യൽ ക്ലാസ്. അപ്പൊ ബാക്കി ഭാഗം സെയിം ആണ്, വിത്ത് ഉപയോഗിച്ചു. അതെന്താ കാരണം? അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ വിത്ത് ഉപയോഗിച്ചത്? നേരത്തെ ടു ദ സ്റ്റുഡൻസ് ആയിരുന്നു, ഇപ്പോ വിത്ത് ദ സ്റ്റുഡൻസ് ആ. എന്താണ് അതിന്റെ വ്യത്യാസം? ആദ്യത്തെ കേസിൽ മിക്കവാറും എങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചർ അങ്ങനെ പറഞ്ഞു, കുട്ടികളെ തിങ്കളാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ, എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരണേ, ബുക്കൊക്കെ കൊണ്ടുവരണേ. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് പറഞ്ഞു കുട്ടികളടുത്ത് അല്ലേ. ടീച്ചർ സ്പോക്ക് ടു ദ സ്റ്റുഡൻസ്, കുട്ടികളോട് പറഞ്ഞു. ടീച്ചർ സ്പോക്ക് വിത്ത് ദ സ്റ്റുഡൻസ് ആകുമ്പോൾ കുട്ടികളുമായിട്ട് സംസാരിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു, പിള്ളേരെ തിങ്കളാഴ്ച വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടേ. അപ്പൊ കുട്ടികൾ പറഞ്ഞു, അയ്യോ ടീച്ചർ അത് പറ്റില്ല, ഞങ്ങൾക്ക് കളിക്കാൻ പോകണം തിങ്കളാഴ്ച, മറ്റേ ടൂർണമെന്റ് ഉള്ളതാ, ചൊവ്വാഴ്ച ആക്കാൻ പറ്റുമോ? അപ്പൊ കുട്ടികൾ സംസാരിച്ചു. അപ്പൊ ടീച്ചർ വീണ്ടും പറഞ്ഞു, അയ്യോ ചൊവ്വാഴ്ച ഇങ്ങനെ ശരിയാവും, അത് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ നമ്മൾ വിത്ത് ഉപയോഗിച്ചു. ഒരാളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ ടു ഉപയോഗിച്ചു. പക്ഷെ ഇത്രയും അധികം ഡീറ്റെയിലേക്ക് പോകണ്ട. ഏതുപയോഗിച്ചാലും ഒരാൾ വന്നിട്ട് നിങ്ങൾ കുട്ടികൾ തിരിച്ചൊരു വാക്ക് പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾ വിത്ത് ഉപയോഗിച്ചില്ലല്ലോ എന്ന് ആരും വന്ന് ചോദിക്കില്ല. ആ ഡിഫറൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ടൂവും വിത്തും മാത്രമല്ല, ഇനി അബൌട്ട്, എന്തിനെങ്കിലും കുറിച്ച് എന്നുള്ള രീതിയിൽ അബൌട്ട് ഉപയോഗിക്കുക കേട്ടോ. ദ ടീച്ചർ സ്പോക്ക് അബൌട്ട് ദ സ്പെഷ്യൽ ക്ലാസ്, അതിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് മാത്രം പറയണമെങ്കിൽ. ആരോട് പറഞ്ഞു? ടുവോ വിത്തോ ഉപയോഗിക്കണ്ടെങ്കിൽ. അപ്പോൾ ടുവോ വിത്തോ അബൌട്ടോ സ്പീക്ക് കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ ടോക്ക് ആണെങ്കിൽ ഇതേമാതിരി തന്നെ ടോക്ക് ടു ദ സ്റ്റുഡൻസ്, ടോക്ട് വിത്ത് ദ സ്റ്റുഡൻസ്, ടോക്ട് അബൌട്ട് സംതിങ്, എന്തിനെയോ കുറിച്ച് സംസാരിച്ചു അങ്ങനെ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഞങ്ങള് സിനിമയെ കുറിച്ച് സംസാരിച്ചു, എങ്ങനെ പറയും? വി ടോക്ട് അബൌട്ട് ദ മൂവി. ഓക്കെ, വി ടോക്ട് അബൌട്ട് ദ മൂവി. ഞങ്ങള് മലയാളത്തിലാണ് സംസാരിച്ചത്, അതെങ്ങനെ പറയും? സംസാരിക്കുക എന്നുള്ള വാക്ക് പറയുമ്പോൾ ടോക്കോ സ്പീക്കോ അതാണ് ഉപയോഗിക്കുക. വി സ്പോക്ക് ഇൻ മലയാളം അല്ലെങ്കിൽ വി ടോക്ട് ഇൻ മലയാളം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വി ടോക്ട് മലയാളം, ആ ഇന്നെടുത്ത് കളഞ്ഞിട്ട് പറയാനൊരു ടെൻഡൻസി ഉണ്ട്, അങ്ങനെ പറയരുത് കേട്ടോ. ഏത് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ ഇന്നുള്ള വാക്ക് ഉപയോഗിക്കണം. വി ടോക്ട് ഇൻ ഇംഗ്ലീഷ്, വി ടോക്ട് ഇൻ മലയാളം, അങ്ങനെ പറയണേ. ഇനി ഒരു കാര്യം കൂടെ പറയണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്, നമ്മൾ സിനിമകളിൽ, ഇംഗ്ലീഷ് സിനിമകളിലും സീരിയലുകളും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടന്നു വരുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. സാധാരണ അർത്ഥങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാണ്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുണ്ട്, രണ്ടുപേരും സിനിമയിൽ കേട്ടോ, ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണാം കേട്ടോ. അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറയണം, വി നീഡ് ടു സ്പീക്ക് അല്ലെങ്കിൽ വി നീഡ് ടു ടോക്ക്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, വൈകുന്നേരം എന്താണ് ചായക്ക് കടി എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു കോൺവെർസേഷനേ അല്ല അതാവാൻ പോണത്. അതെന്താന്ന് വെച്ചാൽ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഒന്നില്ലെങ്കിൽ അവർ പരസ്പരം വേർപിരിയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭാഷണം, അല്ലെങ്കിൽ ഇന്ന് ഈ ഭർത്താവിനെ ഭാര്യ വേറെ ആരുടെയോ കൂടെ കറങ്ങുന്നത് കണ്ടു, അപ്പൊ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ് വി നീഡ് ടു ടോക്ക്.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാവം കാണുമ്പോൾ നമുക്കറിയാം വൈകുന്നേരത്തെ പച്ചക്കറി അല്ല വിഷയം എന്ന്. അപ്പൊ ഇന്ന് പറഞ്ഞു തന്നത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ടീച്ചർ എക്സാം എടുക്കാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല. അപ്പോൾ എന്റെ ഫ്രണ്ട് അപ്പുറത്തെ ക്ലാസ്സിൽ, അപ്പോൾ ബ്രേക്ക് ടൈമിൽ ചോദിച്ചു എന്തായി, എക്സാം നടന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന്, അതുകൊണ്ട് എക്സാം എടുത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാ, ഞാൻ പറഞ്ഞു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന്. ഐ സെഡ് ദാറ്റ് ഐ ഡിഡ്ന്റ് പ്രിപ്പയർ ഫോർ ദ എക്സാം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ടെല്ല് വെച്ച് എങ്ങനെ പറയാം, ഐ ടോൾഡ് ഹർ ദാറ്റ് ഐ ഡിഡ്ന്റ് പ്രിപ്പയർ ഫോർ ദ എക്സാം. മനസ്സിലായില്ല? വ്യത്യാസം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ഞാൻ പണിയൊക്കെ തീർക്കുന്നു, അതെങ്ങനെ പറയും? ആദ്യം സേ ഉപയോഗിക്കും. പറഞ്ഞു, അപ്പോൾ പാസ്റ്റ് ടെൻസ്. ഐ സെഡ് ദാറ്റ് ഐ വുഡ് ഫിനിഷ് ദ വർക്ക് ബൈ മൺഡേ. അപ്പൊ ടെൽ ഉപയോഗിച്ചാലോ, ഐ ടോൾഡ് ഹിം ദാറ്റ്, ഹിമ്മോ ഹറോ ആരോടാ പറഞ്ഞതെന്ന് വെച്ചാൽ അയാളുടെ വാക്കോട് ഉപയോഗിക്കാം. ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ വുഡ് ഫിനിഷ് ദ വർക്ക് ബൈ മൺഡേ. മൺഡേ ആവുമ്പോഴേക്കും ബൈ മൺഡേ. അപ്പൊ ചില ആൾക്കാർ ഇവിടെ ചോദിക്കും, അവിടെ എന്താ അവിടെ വില്ല് ഉപയോഗിക്കാണ്ട് വുഡ് ഉപയോഗിച്ചാൽ? നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ഉപയോഗിക്കുമ്പോൾ വില്ല് മാറി വുഡ് ആവും അല്ലെ? ഇതൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഞാൻ പറഞ്ഞ കാര്യം വേറെ ആളോട് പറയാണ്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് വില്ലല്ല വുഡാണ് ഉപയോഗിക്കുക അല്ലെ? ഐ സെഡ് ദാറ്റ് ഐ വുഡ് ഫിനിഷ് ദ വർക്ക് ബൈ മൺഡേ. ആളടുത്ത് പറയുമ്പോൾ എങ്ങനെയാ പറയാ, ഐ വിൽ ഫിനിഷ് ബൈ മൺഡേ എന്ന് പറയും. അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഐ സെഡ് ദാറ്റ് ഐ വുഡ് ഫിനിഷ് ദ വർക്ക് ബൈ മൺഡേ. മനസ്സിലായില്ലേ? അവൾ എന്തെങ്കിലും പറഞ്ഞോ, അതെങ്ങനെ ചോദിക്കും? ഡിഡ് ഷീ സേ എനിത്തിങ്? എന്തെങ്കിലും പറഞ്ഞോ? ഡിഡ് ഷീ സേ എനിത്തിങ്? അവിടെ ടെൽ ഉപയോഗിച്ചാലോ, ഡിഡ് ഷീ ടെൽ യു എനിത്തിങ്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഡിഡ് ഷീ ടെൽ യു എനിത്തിങ്? ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, പറഞ്ഞോ പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പൊ ടോൾഡ് എന്താ വരാത്തത്? ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മള് അഫർമേറ്റീവ്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ സംഭവിച്ചു അങ്ങനത്തെ സെന്റൻസിൽ മാത്രമാണ് ഈ പാസ്റ്റ് ടെൻസിൽ ഇ ഡി ഒക്കെ ഇടുക. ക്വസ്റ്റ്യൻസിൽ ഡിഡ് ഉപയോഗിച്ചൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പാസ്റ്റ് ടെൻസ് ഇ ഡി ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കരുത്, സിമ്പിൾ ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതും ചിലരൊക്കെ തെറ്റിക്കുക, അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഡിഡ് ഷീ ടെൽ യു എനിത്തിങ്? ഞങ്ങൾ ഇതുവരെ പോലീസിനോട് സംസാരിച്ചിട്ടില്ല, അതെങ്ങനെ പറയും? വി ഹാവിൻ സ്പോക്കൺ, സംസാരിച്ചിട്ടില്ല. ഹാവ് സ്പോക്കൺ ആ V3 ഫോം ആണ്. വി ഹാവിൻറ്റ് ചെയ്തിട്ടില്ല. വി ഹാവിൻറ്റ് സ്പോക്കൺ ടു ദ പോലീസ് യെറ്റ്. യെറ്റ് യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഇതുവരെ അല്ലെ? വി ഹാവിൻറ്റ് സ്പോക്കൺ ടു ദ പോലീസ് യെറ്റ്. അതിന് ടോക്ക് വെച്ച് പറയുകയാണെങ്കിലോ, വി ഹാവിൻറ്റ് ടോക്ഡ് ടു ദ പോലീസ് യെറ്റ്. ടോക്കും സ്പീക്കും അങ്ങനെ ഇങ്ങനെ മാറി ഉപയോഗിച്ചാലും തെറ്റില്ല കേട്ടോ. ഞങ്ങൾ ഇതുവരെ കാശിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അതെങ്ങനെ പറയും? വി ഹാവിൻറ്റ് സ്പോക്കൺ അബൌട്ട് ദ മണി യെറ്റ്. ഞങ്ങൾ ഇതുവരെ കാശിന്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. വി ഹാവിൻറ്റ് സ്പോക്കൺ അബൌട്ട് ദ മണി യെറ്റ്. അല്ലെങ്കിൽ വി ഹാവിൻറ്റ് ടോക്ഡ് അബൌട്ട് ദ മണി യെറ്റ്. നിങ്ങൾക്ക് ഇതിലത്തെ ബേസിക് ഗ്രാമർ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ബിഗിനേഴ്സ് ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ചിൽ 13 വീഡിയോ ഉള്ളൂ. അത് പഠിച്ചു തീരുമ്പോഴേക്കും നിങ്ങളുടെ ബേസിക്സ് നല്ല ക്ലിയർ ആവും. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, കാണൂ, ഹോംവർക്ക് ചെയ്യൂ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമന്റ്സിൽ അറിയിക്കൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം, അതുവരേക്കും ബൈ.